ആരാണ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ബുഖാരിയുടെ പേര് ലോകത്ത് പ്രസിദ്ധമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് നമ്മൾ മനപ്പാടാക്കുന്നത് നല്ല കാര്യമാണ്. അൽ ഇമാം അൽ ഹാഫിൽ എന്നാണ് പലപ്പോഴും ഏതൊരു മുഹദ്ദിസിന്റെ പേര് പറയുമ്പോഴും ചരിത്രകാരന്മാർ നൽകാറുള്ള ഒരു ഡെസിഗ്നേഷൻ. അൽ ഇമാം, നേതാവ് എന്നുള്ള അർത്ഥത്തിൽ, ദീനിന്റെ വിഷയത്തിൽ അറിവ് നുകരുന്ന മഹാപണ്ഡിതൻ എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ തന്നെ അൽ ഹാഫിൽ എന്ന് പറയും. നന്നായി ഖുർആൻ ഹിഫ്ളാക്കിയ ആളെയാണ് നമ്മൾ പലപ്പോഴും ഹാഫിൽ എന്ന് പറയും. പക്ഷേ ലക്ഷോപലക്ഷം ഹദീസുകൾ മനഃപ്പാടമാക്കിയ, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കി ഖുർആനും മനഃപ്പാടമാക്കിയവരെയാണ് മഹാപണ്ഡിതന്മാർ അന്ന് അൽ ഹാഫിൽ എന്നെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വിളിച്ചു പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ അൽ ഇമാം അൽ ഹാഫിൽ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ പേര് അബു അബ്ദില്ല. അതൊരു കുനിയത്താണ്. കുനിയത്ത് എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടായിരുന്ന ഒരു വിളിപ്പേരാണ്. അബു അബ്ദില്ല മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം ഇബ്നു മുഗീറ ഇബ്നു ബർദിസ്ബ അൽ ജഅഫി അൽ ബുഖാരി റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരതാണ്. ഓരോ പേരിന്റെ ഓരോ ഭാഗം എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് വിശദീകരിക്കാൻ കുറേ ഉണ്ട്. പക്ഷെ നമ്മൾ വളരെ ഹ്രസ്വമാക്കിയിട്ടാണ് നമ്മുടെ ഈ ഒരു യാത്ര നമ്മൾ തുടരുന്നത്, ഈ പഠനയാത്ര നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഇദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ അബു അബ്ദില്ല പറഞ്ഞു, പേര് ഓർത്തു വെക്കാൻ ഏറ്റവും നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പേരാണ്. നബിന്റെ പേരാണ് മുഹമ്മദ്. ഇസ്മായിൽ നബിന്റെ പിതാമഹാന്മാരിലേക്ക് എത്തുന്നതാണ് ഇസ്മായിൽ. അതേപോലെ ഇബ്രാഹിം നബിന്റെ മകൻ ഇസ്മായിൽ എന്നൊക്കെയുള്ള നൽക ആലോചിച്ച് കഴിഞ്ഞാൽ ഇമാം ബുഖാരിന്റെ പേര് നമുക്ക് മനഃപ്പാടമാക്കാൻ കഴിയും. പിന്നെ അതിലുള്ള പേര് അൽ മുഗീറ ഞാൻ, അഥവാ ഇബ്രാഹിമിന്റെ ഉപ്പ. ഇബ്രാഹിം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് മഹാനായ ഇമാം ബുഖാരിയുടെ പിതാമഹാനാണ്. അദ്ദേഹത്തിന്റെ പിതാവാണ് അൽ മുഗീറ. മുഗീറ ഒരു അഗ്നി ആരാധകനായിരുന്നു, മജൂസിയായിരുന്നു. പിന്നെ അന്നത്തെ യമനിലെ അറിയപ്പെട്ട അദ്ദേഹത്തിന്റെ നാട്ടിൽ ബുഖാറയിലെ ഗവർണറായിരുന്നു യമാനുൽ ജഅഫി എന്ന് പറഞ്ഞ ആള്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിന്റെ പേര് ശ്രദ്ധിച്ചപ്പോൾ കണ്ടില്ലേ, ഇബ്രാഹിം ഇബ്നുൽ മുഗീറ അൽ ബർദിസ്ബ അൽ ജഅഫി എന്നാണ്. അൽ ജഅഫി, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ അൽ ജുഅഫി എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇദ്ദേഹത്തിന്റെ കരങ്ങളാൽ ഇസ്ലാം ആശ്ലേഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ പിതാവായ മുഗീറ ചെയ്തത്. അങ്ങനെയാണ് അൽ ജഅഫി എന്ന പേര് അദ്ദേഹത്തിന്റെ നാമത്തിൽ വന്നത്. പിന്നെ പേര് അൽ ബുഖാരി എന്നാണ്. ബുഖാറ എന്ന സ്ഥലത്ത് ജനിച്ചത് കൊണ്ട്, അവിടെ വളർന്നത് കൊണ്ട് അദ്ദേഹം അൽ ബുഖാരി എന്ന പേരിൽ അറിയപ്പെട്ടു. ബുഖാറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണ്ടുകാലത്ത് റഷ്യയിലെ ജയ്ഹൂൻ നദിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തെ അന്നത്തെ അറബികൾ മാവറ അൻ നഹർ, അതായത് നമ്മൾ അക്കരെ എന്നൊക്കെ പറയുന്നത് പോലെ മാവറ അൻ നഹർ എന്നുള്ള അർത്ഥത്തിലാണ് നാടിന് പേര് വിളിച്ചിരുന്നത്. ഇന്നിപ്പോൾ അത് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്താണ് എന്ത് ചെയ്യുന്നത്, അത് നിലകൊള്ളുന്നത്. ഒരുപാട് പണ്ഡിതന്മാർ, ഒട്ടനേകം പണ്ഡിത കേസരികൾ ലോകത്ത് ജനിച്ചു വീണ മണ്ണാണ് ആ പറയപ്പെട്ട നാട് എന്നാണ്. ഏതായാലും ഹിജറ 194 അദ്ദേഹം ഷവ്വാൽ മാസത്തിൽ ജനിച്ചു എന്നൊക്കെ ചില ചരിത്രകാരന്മാർ ഇമാം ബുഖാരിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് കണ്ണ് കാണാറുണ്ടായിരുന്നില്ല, അന്ധനായിരുന്നു എന്നും. പിന്നെ ഉമ്മയുടെ അങ്ങേയറ്റത്തെ പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടാൻ കാരണമായത് എന്നൊക്കെ ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയറിൽ രേഖപ്പെടുത്തിയത് കാണാം. ഏതായാലും ആ കാഴ്ച ലോകത്തിനൊരു വലിയ ഉൾക്കാഴ്ചയാണ് സമ്മാനിച്ചത്, ലോകത്തിനൊരു വലിയ വെളിച്ചമാണ് സമ്മാനിച്ചത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ചെറുപ്പത്തിൽ തന്നെ ഉമ്മയാണ് വളർത്തിയത്. കാരണം വാപ്പ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. അനാഥനായി വളർന്ന ഇമാം ബുഖാരിയെ എൻ്റെ ഉമ്മ ഒരുപാട് നല്ല ശിക്ഷണത്തിൽ, ഇസ്ലാമികമായ മര്യാദകളിൽ വളർത്തിപ്പോന്നു എന്നാണ്. ഇമാം ബുഖാരിന്റെ ഉപ്പാക്ക് പണ്ഡിത പാരമ്പര്യം ഉണ്ടായിരുന്നു. പണ്ഡിത പാരമ്പര്യം എന്ന് പറയാൻ കാരണം അറിവിനോട് ഇഷ്ടവും അറിവ് നുകരാൻ ശ്രമവും നടത്തിയിരുന്ന ആളായിരുന്നു ഇബ്രാഹിം എന്ന് പറഞ്ഞ ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം എന്ന് പറഞ്ഞ ഇമാം ബുഖാരിയുടെ പിതാവ്. അദ്ദേഹത്തിന്റെ പിതാവിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി ഒരിക്കൽ പറഞ്ഞത്, എൻ്റെ ഉപ്പ മാലിക് ബിൻ അനസിൽ നിന്നും ഹദീസുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ്. അന്നത്തെ അറിയപ്പെട്ട ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ല. മാത്രമല്ല ഹമ്മാദ് ബിൻ ലൈഫിൽ നിന്നും ഹദീസുകൾ കേട്ടിട്ടുണ്ട്. അന്നത്തെ അറിയപ്പെട്ട അബ്ദുല്ലാഹിബിൻ മുബാറക്കിന് എൻ്റെ ഉപ്പ കൈകൾ കൊടുത്തിട്ടുണ്ട് എന്ന് വരെ പറയുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇതൊക്കെ ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയർ എന്ന് പറയുന്ന സിയർ അലാമുൻ നുബല എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ച വരികളാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് വല്ലാതെ ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല. 10ാമത്തെ വയസ്സിൽ ഇമാം ബുഖാരി ഖുർആൻ മനഃപ്പാടമാക്കി. 10ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാടമായി. ചില പണ്ഡിതന്മാരെ 10ാമത്തെ വയസ്സിന് മുമ്പേ ഹാഫിളായിട്ടുണ്ട് ഞാൻ, ഖുർആൻ ഹിഫ്ളാക്കി ഞാൻ. ഖുർആൻ മാത്രമല്ല, അദ്ദേഹം അന്നത്തെ അറിയപ്പെട്ട ഇമാം വക്കീഅ് ഇബ്നു ജറാഹ്, അതുപോലെ തന്നെ അറിയപ്പെട്ട മഹാനായ അബ്ദുല്ലാഹിബ്നു മുബാറക്, ഇവരുടെയൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട് ഇമാം ബുഖാരി ഈ ഖുർആൻ ഹിഫ്ളാക്കിയതിന് ശേഷം മനഃപ്പാടമാക്കി വെച്ചു എന്നാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഉമ്മയുടെയും സഹോദരന്റെയും കൂടെ മക്കയിലേക്ക് പോയി. മക്കയിൽ കുറെ കാലം പിന്നെ മക്കയിൽ കഴിഞ്ഞു.
അദ്ദേഹത്തിൻ്റെ ഉമ്മയും സഹോദരനും മക്കയിൽ നിന്ന് ബുഖാറയിലേക്ക് തിരിച്ചു വന്നപ്പോഴും ഇമാം ബുഖാരി പിന്നെ തിരിച്ചു വന്നില്ല. അദ്ദേഹം മക്കയിൽ തന്നെ ഹദീസ് പഠനത്തിന് വേണ്ടി അദ്ദേഹം അവിടെ മുഴുകുകയാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഏതായാലും പിന്നീട് മക്കയിൽ നിന്നുള്ളൊരു യാത്രകളാണ്. ഹദീസുകൾ പഠിച്ച് ഹദീസുകൾ തേടി ഹദീസുകൾ നേടിയെടുക്കാൻ വേണ്ടി ഇറാഖിലെ ബഗ്ദാദിലും ബസ്രയിലും കൂഫയിലും അതുപോലെ തന്നെ മദീനയിലും ഈജിപ്തിലും ഷാമിലുമൊക്കെ അതിവിശാലമായ യാത്രകൾ നടത്തിയത് ലോകത്ത് ഇമാം ബുഖാരിയെ അതുല്യമാക്കുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഹദീസുകൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ യാത്രകൾ ഒരു മാപ്പ് ഇങ്ങനെ വരച്ച് അതിൻ്റെ കിലോമീറ്ററുകൾ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് അത്ഭുതം കൂറേണ്ട ചില സംഗതികളാണ്. അദ്ദേഹം ഒരുപാട് യാത്രകൾ ചെയ്തു. അതുകൊണ്ട് തന്നെ എണ്ണമറ്റ പണ്ഡിതന്മാർ ഗുരുനാഥന്മാരായിട്ട് ഇമാം ബുഖാരിക്കുണ്ട്. ഇമാം ബുഖാരിൻ്റെ അധ്യാപകന്മാരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ചില ചരിത്രകാരന്മാർ പറഞ്ഞ 1080ഓളം വരുന്ന പണ്ഡിതന്മാരിൽ നിന്ന് ഇമാം ബുഖാരി ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. 1080ഓളം വരും അവരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ. അവരൊക്കെ മുഹദ്ദിസീങ്ങളായിരുന്നു. ഈ 1050ഓളം എന്ന് പറഞ്ഞൊക്കെ മുഹദ്ദിസീങ്ങളാണ്. ഹദീസിനായിട്ട് ആയുസ് ഒഴിഞ്ഞു വച്ച ആളുകൾ, ഹദീസുകൾക്കായിട്ട് ആയുസിനെ ചെലവഴിച്ച ആളുകൾ. ഏതായാലും ആ പണ്ഡിതന്മാരൊക്കെ അഹ്ലുസുന്നയുടെ മഹാപണ്ഡിതന്മായിരുന്നു. അൽ ഈമാനു ഖൗലുൻ വ അമലുൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഖൗലാണ്, അത് പ്രവർത്തനമാണ്, അത് വാക്കുമാണ് എന്ന് പറയുന്ന അഹ്ലുസുന്നയുടെ വിശ്വാസം പേറുന്ന മുഹദ്ദിസുകളായിരുന്നു അവരൊക്കെ എന്നാണ്. ഏതായാലും അതിൽ പ്രധാനപ്പെട്ട ആളാണ് നമുക്കറിയാം മക്കി ഇബ്നു ഇബ്രാഹിം അൽ ബലക്കിയെ പോലുള്ള, അതുപോലെ തന്നെ ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനെ പോലുള്ള, അബു നുഐം ഫളൽ ഇബ്നു ദുഖൈനിനെ പോലുള്ള, മുസദ്ദദ് ഇബ്നു മുസർഹദിനെ പോലുള്ള മഹാപണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെ അധ്യാപക ശൃംഖലയിലെ ഏറ്റവും പ്രസിദ്ധമായ കണ്ണികളാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പം ഇത്രയും പണ്ഡിതന്മാർ ഗുരുനാഥന്മാരായിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ ഇമാം ബുഖാരിക്ക് കുറേ വിദ്യാർത്ഥികളുമുണ്ട്, ഒരുപാട് വിദ്യാർത്ഥികൾ. അതിൽ ഏറ്റവും പ്രമുഖരായ വിദ്യാർത്ഥി, കാരണം നാട് മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് ഹദീസുകൾക്ക് വേണ്ടി. അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകളും മറ്റു കാര്യങ്ങളും നേടിയെടുത്ത വിദ്യാർത്ഥികൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്നില്ല. അതിൽ പ്രധാനമാണ് ഇമാം മുസ്ലിം ഇബ്നു ഹജ്ജാജ് റഹിമഹുല്ല, ഇമാം അബൂ സുർഅ റാസി റഹിമഹുല്ല, ഇമാം അബൂ ഹാറ്റിം റാസി റഹിമഹുല്ല, ഇമാം തുർമുദി, ഇമാം നസായി, ഇമാം ഇബ്നു ഖുസൈമ ഒക്കെ. ഇമാം ഖുസൈമയൊക്കെ എന്താണ് ഈ അറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽ പ്രസിദ്ധരാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയും പറഞ്ഞത് ഇമാം ബുഖാരിയെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി. ഏതായാലും അദ്ദേഹത്തിന് ഇസ്ലാമിക ലോകത്ത് ഒരുപാട് വലിയ സ്ഥാനമുണ്ട്, വലിയ പണ്ഡിതനാണ്. ഇമാം ബുഖാരി ഒരിക്കൽ പറഞ്ഞു, ഞാൻ 1,00,000 സ്വഹീഹായ ഹദീസും 2,00,000 ദുർബലമായ ഹദീസും മനഃപ്പാഠമാക്കി വെച്ചിട്ടുണ്ടെന്നാണ്. അദ്ദേഹത്തിൻ്റെ അറിവാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇമാം ബുഖാരിയെ സംബന്ധിച്ച് അന്നത്തെ അദ്ദേഹത്തിൻ്റെ സമകാലികരായ ആളുകൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ചില ഗുരുനാഥന്മാർ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹിയെ പോലുള്ള അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാർ പറയാണ്, ഈ യുവാവിൽ നിന്ന്, ഈ ചെറുപ്പക്കാരിൽ നിന്ന് നിങ്ങൾ അറിവിനെ സ്വീകരിക്കണം. ഇദ്ദേഹം എങ്ങാനും ഹസൻ അൽ ബസരിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളായിരുന്നെങ്കിൽ ആളുകൾ ഇദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ നേടാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുമായിരുന്നു എന്നാണ് ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞത്. ഏതായാലും ഇമാം അഹ്മദ്, നമുക്കറിയുന്ന ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ്. ഇമാം അഹ്മദ് പറയാണ്, മുഹമ്മദ് ബിൻ ഇസ്മായിലിനെ പോലെ ഒരാൾ പിന്നെ ഖുറാസാനിൽ നിന്ന് ഇതുവരെ കടന്നു വന്നിട്ടില്ല എന്നാണ്. ആ നാട്ടിൽ നിന്ന് ഇതുവരെ കടന്നു വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. ഇത് ഇമാം ദഹബിയൊക്കെ കുറിച്ച് വെച്ച വരികളാണ്. അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തി വെട്ട ഒരുപാട് ഹദീസുകൾ കാണാം, വർത്തമാനങ്ങൾ കാണാം. ഏതായാലും നമ്മൾ അവിടെ ചുരുക്കി പറഞ്ഞു. ഇനി ഇമാം ബുഖാരിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണല്ലോ അസ്സഹീഹ്. ശരിക്കും സ്വഹീഹുൽ ബുഖാരി എന്ന് പറയാം. അതിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ഗ്രന്ഥകാരനായ ഇമാം ബുഖാരി എന്താണ് സ്വഹീഹുൽ ബുഖാരിക്ക് കൊടുത്ത പേര്? ജാമിഉ സ്വഹീഹ് നമ്മൾ പറയാറുണ്ട് അല്ലേ? ഇപ്പോൾ ഇമാം ബുഖാരിൻ്റെ കൃതികൾ ആലോചിക്കുമ്പോൾ ഒന്ന് അദബുൽ മുഫ്രദ്, അതേപോലെ തന്നെ ഈ സ്വഹീഹുൽ ബുഖാരി, പിന്നൊന്നാണ് താരീഖുൽ കബീർ എന്ന് പറഞ്ഞ റാവിമാരെ സംബന്ധിച്ചുള്ള ഗ്രന്ഥം. ഇതിലേറ്റവും സവിശേഷമാണ് സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം, അതിനു മുമ്പ് ഈ സ്വഹീഹുൽ ബുഖാരിക്ക് വേണ്ടി 16 വർഷക്കാലം ഇമാം ബുഖാരി എന്ത് ചെയ്തിട്ടുണ്ട്, ചെലവഴിച്ചിട്ടുണ്ടെന്നാണ്. ഇമാം ബുഖാരി മരണപ്പെടുന്നത് സമർഖന്ദി എന്ന് പറയുന്ന സ്ഥലത്താണ്. സമർഖന്ദിലെ ഹർത്തങ്ക് എന്ന് പറയുന്ന ഒരു പട്ടണം. വലിയ യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്തെ യാത്ര തൻ്റെ കുടുംബക്കാരുടെ അരികിലാണ് എത്തിയത്. അവിടെ രോഗം ബാധിക്കുകയും പിന്നീട് അദ്ദേഹം കുറച്ചു കാലം അവരോടൊപ്പം ജീവിക്കുകയും അങ്ങനെ അസുഖം വന്നു. അദ്ദേഹം ഏകദേശം ആ അസുഖം മൂർച്ഛിച്ച് ഹിജ്റ 256 ആ നാട്ടിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നാണ്. ഏകദേശം 62 വയസ്സ് വരെ അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ 62 വയസ്സ് കാലയളവിലെ ഏറ്റവും
പ്രസിദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ അധ്വാനം എന്ന് പറയുന്നത് സ്വഹീഹുൽ ബുഖാരി എന്ന ആ ഒരു ഗ്രന്ഥം തന്നെയാണ്. ആധുനിക കാലത്തെയും ഇനി പൗരാണിക കാലത്തെയും ഒട്ടുമിക്ക പണ്ഡിതന്മാരിലൂടെയും സ്വഹീഹുൽ ബുഖാരി എന്ന നാമത്തിൽ ഈ ഒരു പുസ്തകം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസിദ്ധമായിട്ടുണ്ട്. ഇമാം ബുഖാരി അതിന് കൊടുത്ത പേര് അൽ ജാമി അൽ മുസ്നദ് അൽ സഹീഹ് അൽ മുഖ്തസർ മിൻ ഉമൂരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ സുനനിഹി വ അയ്യാമിഹി എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേരായിട്ട് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയത്. ഇത് തഹ്ദീബ് അസ്മാ വല്ലുഗ എന്ന് പറഞ്ഞിട്ട് ഇമാം നവവിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിൽ ഇമാം നവവിയാണ് പറഞ്ഞത്, ഇമാം ബുഖാരി എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയാണ് അതിന് പേര് കൊടുത്തതെന്നാണ്. എന്നാൽ സ്വഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വിശദീകരണമാണ് ഫത്ഹുൽ ബാരി, ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരി ശർഹു സ്വഹീഹുൽ ബുഖാരി. അതിൻ്റെ മുഖദ്ദിമ അഥവാ ഹദിയുസ്സാരി, ഫത്ഹുൽ ബാരിയുടെ മുഖദ്ദിമക്ക് നമ്മൾ പേര് പറയാണ് ഹദിയുസ്സാരി. ആ ഹദിയുസ്സാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് ഈ പുസ്തകം സ്വഹീഹുൽ ബുഖാരിയുടെ യഥാർത്ഥ പേര് അൽ ജാമിഉ സഹീഹ് അൽ മുസ്നദ് മിൻ ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ സുനനിഹി വ അയ്യാമിഹി. അഥവാ രണ്ട് പേരായിട്ടാണ്, ഒന്ന് ഇമാം നവവി പറഞ്ഞതും ഒന്ന് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത്. ഏതായാലും ഏറ്റവും പ്രസിദ്ധമായത് സ്വഹീഹുൽ ബുഖാരി എന്ന പേരിലാണ്. ഇനി ഇത് രചിക്കാനുള്ള കാരണം എന്താ? അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ പലതിലും സ്വഹീഹും ഉണ്ട്, ദഈഫും ഉണ്ട്, പല രൂപത്തിലും ഇങ്ങനെ കൂട്ടിക്കഴച്ച രൂപത്തിലുള്ള ഹദീസുകളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വഹീഹായ ഹദീസിനെ മാത്രം ക്രോഡീകരിക്കുക എന്നുള്ള നിലക്ക് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം, അന്നത്തെ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹിയൊക്കെ, അബൂ ഇസ്ഹാഖ് റാഹവൈഹിയൊക്കെ അഭിപ്രായപ്പെട്ടപ്പോൾ എന്ത് ചെയ്തതാണ്, ഇമാം ബുഖാരി അങ്ങനെ ഒരു ഗ്രന്ഥം രചിക്കാൻ അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹം അതിലേക്ക് മുന്നിട്ടിറങ്ങുകയും ചെയ്തു എന്ന്. വേറെയും കുറേ കഥകൾ അദ്ദേഹം ഗ്രന്ഥം രചിക്കാനുണ്ടായ കാരണവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഏതായാലും നമ്മളത് പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചെന്നുള്ളൂ. എത്ര ഹദീസ് ഉണ്ടാവും സ്വഹീഹുൽ ബുഖാരിയിൽ? സ്വഹീഹുൽ ബുഖാരിയിൽ ഏകദേശം ആവർത്തനമടക്കം 7275 ഹദീസുകൾ ഉണ്ട് എന്നാണ്, ആവർത്തനമടക്കം. അത് അങ്ങനെ രേഖപ്പെടുത്തിയത് ഇമാം നവവി, ഇബ്നു സലാഹൊക്കെയാണ് പറഞ്ഞത്. 7275 ഹദീസ്, 7275 ഹദീസ്. ഇനി ആവർത്തനമില്ലാതെ നോക്കുകയാണെങ്കിൽ 4000 ചില്ലാണം വരുന്ന ഹദീസുകൾ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഏതായാലും ഈ ഇത്രയും ഹദീസുകളെ അദ്ദേഹം ക്രോഡീകരിച്ചപ്പോൾ ഇമാം ബുഖാരി പറഞ്ഞത്, അള്ളാഹുവിനെയും എൻ്റെയും ഇടയിൽ ഒരു തെളിവായി 6 ലക്ഷത്തിൽ പരം ഹദീസുകളിൽ നിന്നാണ് 16 വർഷങ്ങളെടുത്ത് അൽ ജാമി എന്ന ഗ്രന്ഥം ഞാൻ രചിച്ചത് എന്നാണ് ഇമാം ബുഖാരി പറഞ്ഞു. 16 കൊല്ലെടുത്തു ഇങ്ങനെ ഹദീസുകളെ ക്രോഡീകരിക്കാൻ. എന്നിട്ട് അതിൽ മുഴുവൻ സ്വഹീഹായ ഹദീസുകളാണ് ഞാൻ ക്രോഡീകരിച്ചത് എന്നൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാം. ഏതായാലും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ് അതിൽ അവസാനത്തെ വരി, അവസാനത്തെ വാക്ക് എന്നാണ്. ഇമാം നവവി ഒരിക്കൽ പറഞ്ഞത്, വിശുദ്ധ ഖുർആനിന് ശേഷം ഏറ്റവും അസഹായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹു മുസ്ലിമുമാകുന്നുവെന്ന് പണ്ഡിതന്മാരെല്ലാം ഏകോപിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പണ്ഡിതന്മാർക്ക് അതിൽ ഏകാഭിപ്രായമാണ്, അതിൽ വേറൊരു അഭിപ്രായം അവർക്കില്ല എന്നാണ്. ഏതായാലും ഈ രണ്ടെണ്ണത്തിലും ഏറ്റവും ശ്രേഷ്ഠം സ്വഹീഹുൽ ബുഖാരിയുമാണ് എന്നാണ്. ഏതായാലും കിതാബുകൾ, ബാബുകൾ എന്നുള്ള നിലക്ക് അഥവാ അധ്യായങ്ങൾ, ഉപാധ്യായങ്ങൾ എന്നുള്ള നിലക്കാണ് അതിൻ്റെ ഹദീസുകൾ അങ്ങനെ ക്രോഡീകരിച്ചു വെച്ചത് ഇമാം ബുഖാരി ഓരോ ബാബുകൾക്കും കൊടുത്ത അതിൻ്റെ തലവാചകങ്ങൾ, തലക്കെട്ടുകൾ ഇമാം ബുഖാരിയുടെ അങ്ങേയറ്റത്തെ അറിവിനെയാണ് സൂചിപ്പിക്കുന്നത്, ഫിഖ്ഹിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് അതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ